ആവശ്യങ്ങളുണ്ട്. നമ്മൾ ഇവിടുന്ന് 9,000 രൂപ നിഷേധിച്ച കുറെ ആളുകളുണ്ട്. ആ ആളുകൾക്ക് 9,000 രൂപ പ്രഖ്യാപിച്ചിട്ട് തഹസിൽദാർ ഈ പാലം കടന്ന് അപ്പുറം പോവുള്ളൂ. അതുവരെ നമ്മൾ എന്ത് ചെയ്യും? പാലത്തിന്റെ ഇവിടെ നമ്മൾ അവിടെ ഇരിക്കും. നമ്മൾ പോലീസിനായിട്ട് കച്ചറ ഉണ്ടാക്കണ്ട, നമ്മൾ ഉദ്യോഗസ്ഥരായിട്ടും കച്ചറ ഉണ്ടാക്കണ്ട. നമ്മൾ ആവശ്യം എന്താ? ഞങ്ങൾ പട്ടിണി കിടക്കാൻ പറ്റില്ല. ജോലിക്ക് പോകാനുള്ള മുന്നറിയിപ്പ് പോലും സർക്കാർ തന്നിട്ടില്ല. ഇന്ന് ഇങ്ങനെ കനത്ത മഴ ഉണ്ടാവുന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലും സർക്കാർ തന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ പിരിഞ്ഞു പോകുള്ളൂ. നമ്മൾ പോലീസിനായിട്ടും കച്ചറ ഉണ്ടാക്കണ്ട, നമ്മൾ ഉദ്യോഗസ്ഥരായിട്ടും കച്ചറ ഉണ്ടാക്കണ്ട. നമ്മൾ ആവശ്യം ഇതാണ്. നമ്മൾ ഇവിടെ ഇരിക്കും. നമ്മള് ഈ പാലത്തമ്മൽ ഇവിടെ ഇരിക്കും. നമ്മൾ അവിടെ ഇരുന്നോള്. സർക്കാരല്ലേ ഇങ്ങനത്തെ പ്രതിഷേധം ഉണ്ടാക്കിയതാണ്? സർക്കാരല്ലേ? ഇവിടുത്തെ ഉദ്യോഗസ്ഥരല്ലേ? ഇപ്പൊ ഉദ്യോഗസ്ഥരുടെ പണി എന്താണെന്നറിയോ? ഈ ഇവിടെ ഉള്ളവരെ എങ്ങനെ സംരക്ഷിക്കാന്നല്ല. ഓരോ മാസം കഴിയും തോറും എത്ര 9,000 വെട്ടിക്കുറക്കാം, എത്ര വാടക കെട്ടിക്കുറക്കാം, എത്ര പുനരധിവാസത്തിന് വീട് കുറക്കാം. അതാണ് ഇവരെ കണക്കെടുപ്പ്. ഈ പാവപ്പെട്ട ജനങ്ങളെ കണക്കെടുപ്പില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിച്ച സർക്കാരല്ലേ? അതാണ് ചോദിക്കുന്നത്. ഇവിടെ എന്തായാലും തഹസിൽദാറെ തടയുമെന്നാണ് അറിയിക്കുന്നത്. ബെയിലി പാലത്തിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കും. ഇവർക്ക് ഇനി തഹസിൽദാറെ ഈ ബെയിലി പാലത്തിന് മറുപുറത്തേക്ക്, അതായത് തിരിച്ചു വന്ന സ്ഥലത്ത് കടത്തിവിടല്ലേ എന്നുള്ളതാണ് ദുരന്തബാധിതർ അറിയിക്കുന്നത്. ഈ പ്രദേശത്ത് ബെയിലി പാലത്തിനുള്ളിൽ നിന്നുകൊണ്ട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ബെയിലി പാലത്തിന്റെ നടുവിൽ വെച്ച് പ്രതിഷേധക്കാരെ നിലവിൽ പോലീസ് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല. തഹസിൽദാർ വരുന്ന സമയത്ത് കൃത്യമായി തഹസിൽദാറെ തടഞ്ഞുകൊണ്ട് ഇവിടെ ദിവസവേതനത്തിലും അതുപോലെ മാസവാടകയിലും കൃത്യമായി തീരുമാനം അറിയിക്കുന്നവരെ പ്രതിഷേധം തുടരാണ് നിലവിൽ തീരുമാനം. ഈ ബെയിലി പാലത്തിൽ പുൻവാങ്ങില്ല എന്നുള്ള കാര്യമാണ് അവരറിയിക്കുന്നത്. പോലീസിനോടും അവർ അക്കാര്യം പറയുന്നുണ്ട്. കാരണം തങ്ങൾക്ക് മാസങ്ങളായി ദിനപത്തെയും മാസവാടകയും മുടങ്ങിയിട്ടുണ്ട്. അതിനാൽ അത് പുനഃസ്ഥാപിക്കുന്നവരെ തങ്ങൾ ഈ പ്രതിഷേധം തുടരും. തഹസിൽദാർ വന്ന് ഉറപ്പ് നൽകാതെ തങ്ങൾ പിൻവാങ്ങില്ല. കൃത്യമായി അതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് ഇപ്പോൾ നാട്ടുകാരും അറിയിക്കുന്നത്. ഇപ്പോൾ ബെയിലി പാലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം ഇവിടെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും കണക്കിലെടുക്കാതെയുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു മഴക്കാലം വരുമ്പോൾ ഇവരുടെ ജീവിതം തന്നെ ആശങ്കയിലാവുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം ഒരുപക്ഷെ കഴിഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷം തന്നെ ഈ ഒരു പ്രതിഷേധം തുടങ്ങിയെന്ന് പറയേണ്ടി വരും. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഉദ്യോഗസ്ഥരടക്കം എത്തി അവരെ അടക്കം തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. വില്ലേജ് ഓഫീസർ നേരത്തെ വന്ന സമയത്ത് കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചു പോകേണ്ടി വന്നിരുന്നു. ഇപ്പോൾ തഹസിൽദാർ ഈ ബെയിലിപ്പാലം കടന്ന് അപ്പുറത്തേക്ക് പോയി ആ പ്രദേശമെല്ലാം കാണാൻ പോയിട്ടുണ്ട്. എന്തായാലും തിരിച്ചു വരുന്ന സമയത്ത് കൃത്യമായി അത് അവരെ തടയുമെന്നൊരു കാര്യമാണ് ഇപ്പോൾ ദുരന്തബാധിതരടക്കം അറിയിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നു. അതിൽ ദിനപത്തെയും മാസവാടകയും കൃത്യമായി നൽകണമെന്നൊരു കാര്യമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അത് നൽകാതെ തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും അറിയിക്കുന്നത്. വലിയൊരു ജനസഞ്ചയം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമായും നേരത്തെ വലിയ രീതിയിൽ ഈ ചുരൽമല്ലി പ്രതിഷേധം നടന്ന സമയത്ത് എത്തിയ ആളുകളെ പോലെ തന്നെ ഈ മേപ്പാടിയുടെ അടക്കം കൽപ്പറ്റയുടെ അടക്കം വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് തോട്ടം മേഖലയിൽ നേരത്തെ ജോലിക്ക് പോയ ചില ആളുകളെ ബാക്കിയുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. 200ഓളം തൊഴിലാളികൾ അവിടെ ഉണ്ടെന്നാണ് അറിയിച്ചിരുന്നത്. അങ്ങനെ ജോലിക്ക് പോയ ഏകദേശം 200ഓളം തൊഴിലാളികളിൽ അവിടെ ബാക്കി വന്ന ചില തൊഴിലാളികളെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അവരെ ആ ഒരു വാഹനത്തിൽ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ആ വാഹനത്തിൽ ഇപ്പോൾ നിലവിൽ ഇങ്ങോട്ട് കയറാൻ കഴിയാതെ അല്പം പുറകിലേക്ക് എടുത്തിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഈ പ്രദേശത്ത് വരുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഈ തൊഴിലാളികളുടെ സുരക്ഷ തന്നെയാണ്. എന്ത് സുരക്ഷയിലാണ് തങ്ങളെ ജോലി ചെയ്യാൻ പോവുക, ഈ മഴക്കാലം എങ്ങനെ കഴിച്ചുകൂട്ടും എന്നുള്ളതാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച തോട്ടം മേഖലയിൽ ജോലിക്ക് പോയ ആളുകളാണ്. അവർ ഇത്ര സമയമായിരുന്നു തിരിച്ചു വരാൻ കഴിയാതെ ഇപ്പോഴാണ് അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വന്നത്. ഇത്തരത്തിൽ കാലാവസ്ഥ വലിയ രീതിയിൽ ദുർഘടമാകുമ്പോൾ എങ്ങനെ ഈ പ്രദേശത്ത് ജോലിയെടുക്കും? അതിനാൽ തങ്ങൾ കൃത്യമായി ഈ ഒരു ദിവസവേതനം നൽകണമെന്നാണ് അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. എന്തായാലും തഹസിൽദാർ വരുന്ന സമയത്ത് തടയുമെന്നൊരു കാര്യം ദുരന്തബാധിതർ ഉറപ്പിച്ച് പറയുന്നു. ബെയിലിപ്പാലത്തിന് നടുവിൽ വെച്ച പോലീസും അടക്കം ഇവരെ തടഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് നടക്കുന്നത്.